ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ CM കിഡ്സ് സ്കോളർഷിപ്പ് 2026ന്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. സോഷ്യൽ സയൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. Of the European countries who came to India for commercial interests and political dominance, name the war in which a country was quietly defeated by a princely state in India. അപ്പൊ എന്താണ് ചോദ്യം? നമ്മുടെ നാട്ടിലോട്ട് ട്രേഡിന് വേണ്ടിയിട്ട്, അതായത് കച്ചവടത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് പൊളിറ്റിക്കൽ ഡോമിനൻസിന് വേണ്ടിയിട്ട് നമ്മളെ കോളനിവൽക്കരിക്കാൻ വേണ്ടിയിട്ടും വന്നിട്ടുള്ള ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്. ഏതൊക്കെയാണ്? പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു. അപ്പൊ ഇവരൊക്കെ നമ്മള് ഇവിടെ കച്ചവടത്തിന് വേണ്ടി വന്നിട്ട് നമ്മുടെ ഇവിടെ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ ആളുകളില് നമ്മുടെ ഒരു നാട്ടുരാജ്യം, നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ഇതില് ഒരു ശക്തിയെ, ഒരു യൂറോപ്യൻ കൺട്രിയെ തോൽപ്പിക്കുന്നുണ്ട് ഒരു യുദ്ധത്തില്. അത് ഏത് യുദ്ധം ആണ് എന്നാണ് ചോദ്യം. അപ്പോ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബാറ്റിൽ ഓഫ് ബക്സർ, ഓപ്ഷൻ ബി ബാറ്റിൽ ഓഫ് കുളച്ചൽ, ഓപ്ഷൻ സി ഫോർത്ത് മൈസൂർ വാർ ആൻഡ് ഓപ്ഷൻ ഡി ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. അപ്പോ നമുക്ക് നാല് ബാറ്റിൽസ് തന്നിട്ടുണ്ട് ഓപ്ഷനിൽ. അപ്പൊ ഏത് യുദ്ധത്തിലാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യം, ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്, ഒരു യൂറോപ്യൻ ശക്തിയെ തോൽപ്പിച്ചിട്ടുള്ളത്? വേഗം ആൻസർ പറഞ്ഞേ മക്കള്. അപ്പോ ബാറ്റിൽ ഓഫ് കുളച്ചലിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഒരു യൂറോപ്യൻ രാജ്യത്തിന്, ഏത് യൂറോപ്യൻ രാജ്യമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു യൂറോപ്യൻ രാജ്യത്തെ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്, ഒരു നാട്ടുരാജ്യം തോൽപ്പിക്കുന്നത്. ലെറ്റ്സ് സി ഈ നാല് ബാറ്റിൽസിന്റെ ഒരു പോയിന്റ്സ്, നമുക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ ബാറ്റിൽ ഓഫ് ബക്സർ. അപ്പൊ 1764 നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ് ബക്സർ യുദ്ധം എന്ന് പറയുന്നത്. അത് ആരൊക്കെ തമ്മിലാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്? ആരൊക്കെ തമ്മിലാണ് ഈ ബാറ്റിൽ ഓഫ് ബക്സർ ഉണ്ടായിട്ടുള്ളത് മക്കളെ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നവാബ് ഓഫ് ബംഗാളും നവാബ് ഓഫ് അവധും മുഗൾ എംപററും കൂടിയിട്ടാണ് ഉള്ളത്. അപ്പോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ബംഗാളിലെയും അവധിലെയും നവാബുമാരും അതുപോലെ തന്നെ നമ്മുടെ മുഗൾ രാജാവും കൂടെ നടത്തിയിട്ടുള്ള യുദ്ധമാണ് എന്ത്? ബാറ്റിൽ ഓഫ് ബക്സർ എന്ന് പറയുന്നത്. അത് നടന്നത് ഏതു വർഷമാണ്? 1764 അല്ലെ. ഇതിൽ ആരാ ജയിച്ചത്? ബ്രിട്ടീഷുകാരാണ് കേട്ടോ ജയിക്കുന്നത്. ബ്രിട്ടീഷുകാരാണ് എന്താവുന്നത്? വിന്നേഴ്സ് ആവുന്നത്. അതോടുകൂടി ഈ ഒരു യുദ്ധത്തില് ബ്രിട്ടീഷുകാർക്ക് വിക്ടറി ലഭിക്കുന്നതോടുകൂടി എന്താവുകയാണ്? ബംഗാളില് അവർക്ക് റൂള് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടാവുകയാണ്. അതായത് ബംഗാളിന്റെ അതോറിറ്റി ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ്. അതോടുകൂടി നമ്മുടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഡോമിനൻസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്? ബാറ്റിൽ ഓഫ് കുളച്ചൽ. അപ്പൊ നമ്മള് മുമ്പത്തെ ഒരു വീഡിയോയില് കുളച്ചൽ യുദ്ധത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. 1741 ബാറ്റിൽ ഓഫ് കുളച്ചൽ നടക്കുന്നത്. അത് ആരൊക്കെ തമ്മിൽ ആയിരുന്നു? ട്രാവൻകൂർ, തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനില് യൂറോപ്യൻ കൺട്രി എന്നല്ലേ പറയുന്നുള്ളൂ. അപ്പൊ ഏത് യൂറോപ്യൻ രാജ്യമാണ് എന്ന് ചോദിച്ചാൽ മക്കൾ എന്താ ആൻസർ എഴുതണം? ഡച്ച് ആർമിയാണ് എന്ന് എഴുതണം കേട്ടോ. അപ്പൊ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഉണ്ടായിട്ടുള്ള യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കുളച്ചൽ എന്ന് പറയുന്നത്. ഇതിൽ ആരാ ജയിച്ചത്? ഒബ്വിയസ്ലി ട്രാവൻകൂർ, തിരുവിതാംകൂറുകാരാണ് ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് എന്ത്? ഫസ്റ്റ് ഏഷ്യൻ കൺട്രി എന്ന് വേണേ നമുക്ക് പറയാം. ഒരു യൂറോപ്യൻ ശക്തിക്കെതിരെ ജയിക്കുന്ന ആദ്യത്തെ ഏഷ്യയിലെ യുദ്ധമാണ് ഏത്? കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ബാറ്റിലാണ് ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ആംഗ്ലോ മൈസൂർ വാർ, ഇംഗ്ലീഷുകാരും മൈസൂർ വാർ ആരൊക്കെ തമ്മിലാണ്? ഹൈദരാലി അല്ലെങ്കിൽ ടിപ്പു സുൽത്താനും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ വാർസ് എന്ന് പറയുന്നത്. അപ്പോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ 3 മൈസൂർ വാർസ് ഇതിന്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതും മക്കളൊന്ന് നോക്കിയിട്ട് വേണം പോവാന്. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ നടന്നത് എന്നാണ്? 1799 അപ്പോ അത് ആരൊക്കെ തമ്മിലാണ് നടന്നത്? ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമാണ് ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നടന്നത് ടിപ്പു സുൽത്താൻ വാസ് കിൽഡ്.
ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാര് ടിപ്പു സുൽത്താനെ കൊല്ലുന്നുണ്ട്. അതോടുകൂടി ശ്രീരംഗപട്ടണം എന്ന് പറയുന്നത് ടിപ്പു സുൽത്താന്റെ കേന്ദ്രമായിരുന്നു. അത് അവരെന്ത് ചെയ്തു? അവര് ക്യാപ്ചർ ചെയ്തു, അവര് പിടിച്ചടക്കി. അതോടുകൂടി ഈ ഒരു യുദ്ധത്തോടു കൂടിയാണ് മൈസൂർ ബ്രിട്ടീഷുകാരുടെ കൺട്രോളിൽ വരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വാർ ഏതാണ്? പാനിപ്പത്ത്, ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ പാനിപ്പത്ത് വാർ എന്ന് പറയുന്നത്, പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത് ഇതുപോലെ 3 പാനിപ്പത്ത് യുദ്ധം നടന്നിട്ടുണ്ട്. ഫസ്റ്റ് പാനിപ്പത്ത് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1, 2 and 3. അപ്പൊ അത് നടന്ന വർഷങ്ങൾ ഏതൊക്കെയാണ്? 1526, 1556, 1761. ഈ 3 വർഷങ്ങളിലാണ്, ഈ 3 സമയത്താണ് എന്ത് നടക്കുന്നത്? ബാറ്റിൽസ് ഓഫ് പാനിപ്പത്ത് നടക്കുന്നത്. ഇത് ആരൊക്കെ തമ്മിലാണ് നടക്കുന്നത്? മുഗൾ രാജാക്കന്മാരും മറാത്ത പവറും തമ്മിലാണ് നടക്കുന്നത് കേട്ടോ. ഇനി ഇതില് ഈ ഒരു യുദ്ധത്തോടു കൂടി എന്ത് നടക്കുകയാണ്? നമ്മുടെ ഇന്ത്യയില് മുഗൾ എംപയർ കൂടുതൽ വിശാലമാവാൻ വേണ്ടിയിട്ട്, സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള വാസാണ് പാനിപ്പത്ത് ബാറ്റിൽസ് എന്ന് പറയുന്നത്. അതോടുകൂടി മറാത്ത പവർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ ക്ഷയിക്കുന്നുണ്ട്. അവരുടെ ശക്തി എന്താവുന്നുണ്ട്? കുറയുന്നുണ്ട്. ഓക്കെ, അപ്പോ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. We will discuss other questions in the next classes. Till then, bye.